ചൈനീസ് ഭരണകൂടം നിരപരാധികളെ അടിച്ചമർത്താനായി അർദ്ധരാത്രിയിൽ തെരുവുകളിലേക്ക് ടാങ്കുകളും സൈനികരെയും അയച്ചതോടെയാണ് ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രി ആരംഭിച്ചത്. ഇത് ബീജിംഗിനെ ചോരയുടെയും ഭയത്തിന്റെയും മരണത്തിന്റെയും നഗരമാക്കി മാറ്റി. 1989 ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ ടിയാനമൻ ചത്വരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും സാധാരണ പൗരന്മാരും ഒത്തുകൂടി. അവരുടെ ആവശ്യങ്ങൾ ലളിതമായിരുന്നു: അഴിമതി കുറയ്ക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം, ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണകൂടം എന്നിവയായിരുന്നു അവർ ആഗ്രഹിച്ചത്. ആ സമയത്ത് ചൈനീസ് സർക്കാർ പരിഷ്കരണവാദികളും കടുത്ത നിലപാടുകാരുമായി ആഭ്യന്തരമായി രണ്ട് തട്ടിലായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രിയ പരിഷ്കരണവാദിയായ നേതാവ് ഹു യാവോബാങ്ങിന്റെ മരണശേഷം ഈ പ്രസ്ഥാനം കൂടുതൽ ശക്തമായി. അതേസമയം കടുത്ത നിലപാടുകാരായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ പ്രതിഷേധങ്ങളെ രാജ്യത്തിനെതിരെയുള്ള ഒരു കലാപമായാണ് കണ്ടത്. പ്രകടനങ്ങൾ ആഴ്ചകളോളം തുടർന്നു. എന്നാൽ 1989 ജൂൺ 3 രാത്രിയിൽ പ്രസ്ഥാനത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇരുട്ട് പരന്നതോടെ ബീജിംഗിലെ തെരുവുകളിലുടനീളം പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ വിന്യസിച്ചു. ടാങ്കുകളും കവചിത വാഹനങ്ങളും ആയിരക്കണക്കിന് സൈനികരും നഗരത്തിൽ ഉടനീളം പടർന്നു. അർദ്ധരാത്രിക്ക് ശേഷം സൈനികർ പ്രതിഷേധക്കാരെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു. തങ്ങളെ ഒഴിപ്പിച്ചു വിടുക മാത്രമേ ചെയ്യൂ എന്നാണ് ജനങ്ങൾ കരുതിയത്. എന്നാൽ പെട്ടെന്ന് വെടിയൊച്ചകൾ മുഴങ്ങി. തെരുവുകളിൽ പരിഭ്രാന്തി പടർന്നു. നിരവധി ആളുകൾക്ക് വെടിയേറ്റു. ചിലർ ടാങ്കുകൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ തെരുവുകൾ രക്തത്തിൽ കുതിർന്നു. വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണ പൗരന്മാരും പരിക്കേറ്റവരെ സഹായിക്കാൻ ശ്രമിച്ചവർ പോലും കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ യഥാർത്ഥ മരണസംഖ്യ ഒരിക്കലും പുറത്തുവിട്ടില്ല. എന്നാൽ ചില റിപ്പോർട്ടുകൾ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി സൂചിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ഈ സംഖ്യ ആയിരങ്ങളാണെന്ന് കണക്കാക്കുന്നു. ചൈന ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മേൽ കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പത്രപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. ഫോട്ടോഗ്രാഫർമാർ അറസ്റ്റിലായി. തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ലോകത്തിന് മുന്നിൽ സത്യം എത്തിക്കുന്നതിനായി ചില ഫോട്ടോഗ്രാഫർമാർ തങ്ങളുടെ ഫിലിം റോളുകൾ രഹസ്യമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തി. തുടർന്നാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ടാങ്ക് മാൻ എന്ന ചിത്രം പുറത്തുവരുന്നത്. ഇരു കൈകളിലും ഷോപ്പിംഗ് ബാഗുകളുമായി ഒരു മനുഷ്യൻ ടാങ്കുകളുടെ നിരയ്ക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ചു. ടാങ്കുകൾ അദ്ദേഹത്തെ മറികടന്ന് മുന്നോട്ടു പോകാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചെങ്കിലും ഓരോ തവണയും അദ്ദേഹം അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നിൽ വന്നു നിന്നു. ഇന്നുവരെ അദ്ദേഹം ആരായിരുന്നുവെന്നോ ആ ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. ഇന്നും ചൈനയിൽ ഈ സംഭവത്തെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളും ഇന്റർനെറ്റിൽ കടുത്ത സെൻസർഷിപ്പിന് വിധേയമാണ്. എന്നാൽ ടാങ്ക് മാന്റെ ആ ചിത്രം ഇപ്പോഴും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. അധികാരം ക്രൂരമായ അടിച്ചമർത്തലായി മാറുമ്പോൾ ഒരൊറ്റയാൾക്ക് പോലും പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാകാൻ കഴിയുമെന്ന്.